ഹായ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് ഇത് നമ്മൾ വീഡിയോയിൽ തന്നെ പറയേണ്ടതുണ്ടോ എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാണ്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 7 മണിയോടെ അടുപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവ് ഞാൻ ഒന്ന് കണ്ടുപോയി എന്നാണ് പറയാൻ പറ്റുക. കാരണം അതിൽ പ്രോഗ്രാം അത് ആ ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവ് അത് അവതരിപ്പിച്ച അവതാരകൻ, അങ്ങനെ പറയാം, അവതാരകൻ, ന്യൂസ് അവതാരകൻ, അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ എല്ലാം വളരെ ഒരു താഴ്ത്തിക്കെട്ടുന്ന രീതിയിലാണ് പറഞ്ഞത്. അതായത് പുരുഷന്മാർ അവരുടെ അവകാശത്തിന് വേണ്ടി, അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി സംഘടിക്കുന്നതും ഒക്കെ എന്തോ ഒരു നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിക്കാണ് അയാളുടെ ഒരു സംസാരം പോയത്. ഞാൻ ഒരു കാര്യം ശരിക്കും പറയുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് നിയമമുണ്ട്, കുട്ടികൾക്ക് നിയമമുണ്ട്. അതായത് സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ, കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പുണ്ട്, വന്യജീവി സംരക്ഷണ വകുപ്പുണ്ട്. ടോട്ടലി മനുഷ്യർക്കൊന്നാകെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അതുപോലെ പിന്നോക്ക സമുദായക്കാർക്ക് SC/ST വകുപ്പുണ്ട്, SC/ST കമ്മീഷനുണ്ട്. അതായത് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു പുരുഷാവകാശ കമ്മീഷൻ നമ്മുടെ നാട്ടിലില്ല. കാരണം പുരുഷന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പല വീടുകളിലും അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗാർഹിക പീഡനം 498A അത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നീതി കിട്ടാത്ത സ്ത്രീകളും ചിലപ്പോൾ ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന പെണ്ണുങ്ങൾ ധാരാളമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മുതലെടുക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അതൊന്നും ഈ കണ്ട എന്താ പറയുന്ന ഈ അവതാരകൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. അപ്പോൾ അയാൾക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഈ ബാലാവകാശ കമ്മീഷൻ, കുട്ടികളെ സംരക്ഷിക്കാനുള്ള ബാലാവകാശ കമ്മീഷൻ, അത് മുതലെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അധ്യാപകർ സ്കൂളിൽ കുട്ടികളെ വഴക്ക് പറയാൻ മടിക്കുന്നതിൻ്റെ ഈ ഒരു കാരണം ഒരുപക്ഷെ പോക്സോ കേസൊക്കെ എടുത്ത് പ്രയോഗിച്ചാലോ എന്നുള്ള പേടി കാരണമായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ സുരക്ഷാ നിയമവും ബാലാവകാശ നിയമവും ഒക്കെ ശരിക്കും ദുരുപയോഗം ചെയ്യപ്പെടുമെന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാരുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളെ വളരെ ലഘൂകരിച്ച് കാണുന്ന ഒരു ന്യൂസ് ചാനൽ ഇനി നമുക്ക് കാണണം. നമുക്ക് ഈ ന്യൂസ് ചാനൽ നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് നമുക്കൊന്ന് രണ്ടാം പ്രാവശ്യം ഒന്നും കൂടി ആലോചിക്കണം. ഇങ്ങനെ ഒരു ന്യൂസ് ചാനൽ നമുക്ക് വേണം, മലയാളികൾക്ക് വേണം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇക്വാലിറ്റി വരണം ഇവിടെ. അത് തന്നെ അഭിപ്രായം. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ അവകാശങ്ങളുണ്ട്. ശരിക്കും സ്ത്രീ സുരക്ഷാ നിയമം വേണം, വേണ്ടാന്ന് പറയുന്നില്ല. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടികളായാലും ട്രാൻസ്ജെൻഡർ ആയാലും ആരെയും ഇവിടെ പേടിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവരുത്. കാരണം എല്ലാവർക്കും നീതി വേണം. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് സത്യം പറഞ്ഞാൽ വേണ്ടത്. പക്ഷേ ഇവിടെ ആണുങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീർപ്പ് മുട്ടി കഴിയുകയാണ്. എന്തെങ്കിലും ഒരു കേസ് കൊടുക്കുമോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കേസ് കൊണ്ട് കൊടുക്കുമോ, അത്രയും പേടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ പുരുഷന്മാർ സംഘടിക്കുന്നത്, പുരുഷന്മാരെ വെറുതെ കളിയാക്കുന്നത് മാത്രമല്ല, സംഘടിക്കുന്നതിനെതിരെ സംസാരിക്കുന്ന ഒരു ചാനൽ അത് ഇനി നമുക്ക് വേണം. അത് നമ്മൾ ഒന്നും കൂടെ ആലോചിക്കണം. പുരുഷ വിരുദ്ധമായ ഒരു നിലപാടാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ, ഇത് നേരെ മറിച്ച് സ്ത്രീകളെക്കുറിച്ചാണ് നേരെ ഇത് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ ചാനലിനെതിരെ കേസ് വന്നേനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുരുഷാവകാശം വേണം എന്ന് സ്ത്രീകളെ പോലും സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പുതിയ ജനറേഷൻ കൂടുതലും അതിന് സപ്പോർട്ട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം അറിവ് വന്നു തുടങ്ങി. ആ സമയത്താണ് ഇതുപോലുള്ള വിവരക്കേടുകൾ, ഇങ്ങനെയുള്ള വിവരം കെട്ട ചാനലുകൾ നമുക്ക് പടച്ചു വിടുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഏഷ്യാനെറ്റ് എന്നുള്ള ന്യൂസ് ചാനൽ ബഹിഷ്കരിക്കുകയാണ്. ഇങ്ങനെയൊരു ചാനൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇനി ഇത് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ ന്യൂസ് ലൈവിൻ്റെ ആ ലൈവ് സ്ട്രീമിങ് അത് എടുത്തിട്ട് ഡിസ്പ്ലേക്കും കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ബഹിഷ്കരിക്കുകയാണ്. നിങ്ങൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തോളൂ, പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്തോളൂ, കുട്ടികളെ സപ്പോർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇതുപോലുള്ള വിവരക്കേടുകൾ ഇനിയും വിളിച്ച് പറയരുത്. ഇന്ന് തൊട്ട് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ബഹിഷ്കരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.